ആ പൗരത്വ ഭേദഗതി ബില്ലിൽ ചെറിയൊരു ഭേദഗതി കൂടി വരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു പക്ഷം പോങ്ങനുണ്ട്. അതായത് ഓൾ ഐസ് ഓൺ റാഫ എന്ന കലാപരിപാടിയുടെ പ്രചാരണ തിരക്കിലാണ് നാടൻ താലിബാനികളും തനി ഹമാസനന്മാരുമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ടൂൾ കിറ്റ് ആക്ടിവിസ്റ്റുകൾ. സുഡോളിവുഡ് സുൽത്താനായിട്ടുള്ള മഹാതാരത്തിന്റെ ലിംഗവേലയാൽ പടയ്ക്കപ്പെട്ടു. അതുകൊണ്ട് മാത്രം സുഡോളിവുഡിലെ സൂപ്പർ യുവതാരമാകാൻ വിധിക്കപ്പെട്ടു. അഭിനയശേഷിയുടെ അപാരമായിട്ടുള്ള ശേഖരം പൈതൃക സ്വത്തായി ലഭിക്കപ്പെട്ടു. എത്ര നിർലോഭം നടിച്ചു കൊടുത്താലും സുഡോവുഡിൽ മാത്രം ചിലവഴിച്ച് തീർക്കാൻ പറ്റാത്തത്ര നാട്യശേഖരം മുഖവശമുള്ളതിനാൽ വളരെ നിഷ്പ്രയാസമായ യുവതാരത്തിന് പാൻ ഇന്ത്യൻ ചക്രവർത്തിയുടെ സിംഹാസനം ആസനപ്പെട്ടു. ഒട്ടും സംശയിക്കണ്ട, പോകന്റെ മനസ്സിലുള്ളത് ഹരിത നവകേരളത്തിലെ യുവതയുടെ ഹരമായിട്ടുള്ള ഡിക്കൻ തന്നെ. പാൻ ഇന്ത്യൻ ചക്രവർത്തിയായിട്ടുള്ള സാക്ഷാൽ ഡിക്കൻ. അദ്ദേഹത്തിന്റെ നായകത്വത്തിലാണ് ഓൾ ഐസ് ഓൺ റാഫ എന്ന ഈ ഭോഷ്ക് രാജ്യമൊട്ടാകെ നടത്തപ്പെടുന്നത്. പോങ്ങൻ പറയുന്നതല്ല, തീവ്ര മതേതരവാദികളുടെയും ഘോര മാനവികവാദികളുടെയും ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള മീഡിയ ഫണ്ട് ചാനലാണ് അങ്ങനെ പറയുന്നത്. പോങ്ങൻ അത് ഏറ്റു പറഞ്ഞുവെന്ന് മാത്രം. തെരുവിലോത്ത് പാറുക്കുട്ടി മേനോൻ, പൃഷ്ഠരാജൻ നായർ മുതലായിട്ടുള്ള നടന തൊഴിലാളികൾ സാധാരണയായി പോക്കറ്റ് മണി കണ്ടെത്തുന്നത് ടൂൾ കിറ്റ് ആക്ടിവിസം നടത്തിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും അവരിപ്പോൾ റാഫയിലേക്ക് കണ്ണാഴ്ത്തുന്നതായി പോങ്ങൻ കണ്ടില്ല. ഒരുപക്ഷെ പതിവിന് വിരുദ്ധമായി യുവ സുൽത്താൻ നേരിൽ പട നയിക്കുന്നതിനാൽ വിനീത വിധേയ വിശ്വസ്തരായ പടനായന്മാർ പിന്നണിയിലേക്ക് മാറിയതാവാം. എന്തായാലും അവരുടെ കണ്ണുകളാവും ആദ്യം പോയി റാഫയിൽ ചെന്ന് തറഞ്ഞത്. ഈ ടൂൾ കിറ്റ് ആക്ടിവിസം എന്താണെന്ന് പിടിയില്ലാത്ത ചില നിഷ്കളങ്കരെങ്കിലും നമുക്കിടയിൽ കണ്ടേക്കാം. വളരെ ലളിതമായി പറയാം, ജയരാജൻ ഗുളികയുടെ അന്താരാഷ്ട്ര രൂപമാണ് ടൂൾ കിറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ കമ്മികൾക്കെല്ലാം ഒരേ സ്വരവും ഒരേ ശൈലിയും ഒരേ വീറും ഒരേ പരപുച്ഛവും ഒരേ കാഴ്ചപ്പാടുമാണുള്ളത്. അല്ലെങ്കിൽ ഒരേ വിഷയത്തിന്മേൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊച്ചിയിലും ഇടുക്കിയിലും തൃശ്ശൂരും കോഴിക്കോടും വയനാടും പാലക്കാടും കണ്ണൂരും കാസർഗോഡും ഒക്കെയുള്ള കമ്മികൾ ഒരേ സമീപനമാണ് കൈക്കൊള്ളുന്നത്, അല്ലെ? ഒരേ ശൈലിയിലും സ്വരത്തിലുമാണ് അവർ കുരയ്ക്കുന്നത് അല്ലെങ്കിൽ പ്രതികുരയ്ക്കുന്നത്. ഒട്ടും ആലോചനയില്ലാതെ അനുസരണ മാത്രമുള്ള ആജ്ഞാനുവർത്തികളായി കമ്മികൾ മാറുന്നത് എങ്ങനെയാണ്? AKG സെന്ററിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യപ്പെടുന്ന ജയരാജൻ ഗുളിക വിഴുങ്ങുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. യജമാനനെ അനുസരിക്കുന്ന പട്ടികളെ പോലെയാണ് കമ്മികളും സുടുക്കളുമൊക്കെ. വളർത്തുനായ്ക്കളുടെ തലച്ചോറിന് ഒരു പണിയേ ഉള്ളൂ, യജമാനന്റെ ആജ്ഞകളെ അനുസരിക്കുക. കമ്മിസുടുക്കളുടെ തലച്ചോറിനും അതുതന്നെയാണ് പണി, നേതാക്കളുടെ ആജ്ഞകളെ അനുസരിക്കുക. കമ്മിസുടുക്കളും നായകളും പങ്കിടുന്നത് ഒരേ തലച്ചോറ് തന്നെയാണെന്ന് സാരം. പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ജയരാജൻ ഗുളികയുടെ അന്താരാഷ്ട്ര രൂപമാണ് ടൂൾ കിറ്റ്. ഈ മഹാരാജ്യത്തെ തകർക്കാനും തളർത്താനും അസ്ഥിരപ്പെടുത്താനും ശിഥിലമാക്കാനുമായി ഇന്ത്യാവിരുദ്ധരായിട്ടുള്ള വൈദേശിക ശക്തികൾ പ്രയത്നങ്ങളും ധനവുമൊക്കെ ധാരാളം അളവിൽ ചെലവഴിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തെ തകർക്കാനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായിട്ടുള്ള മാർഗം പുറത്തുനിന്നുള്ള യുദ്ധമല്ല, പകരം അകത്തുനിന്നുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ്. എന്തായാലും ഇന്ത്യയെ തകർക്കാൻ ഉന്നമിട്ടിറങ്ങുന്ന വൈദേശിക ശക്തികൾക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി ഇന്ത്യാവിരുദ്ധരെ ഇവിടേക്ക് ഒളിച്ചു കടത്തേണ്ട കാര്യമേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല, എന്നാലും പോങ്ങൻ പറയും. കാരണം പോങ്ങൻ പറയുന്നതിൽ പോങ്ങന് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പാകിസ്ഥാനിലുള്ളതിലും അധികം ഇന്ത്യാവിരുദ്ധരെ ഈ മഹാഭാരതം തീറ്റിപ്പോറ്റുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ എത്ര താലിബാനികൾ ഉണ്ടോ അതിലും കൂടുതൽ താലിബാനികൾ ഈ ഹരിത നവകേരളത്തിൽ മലയാളം പറഞ്ഞ് കഴിയുന്നുണ്ട്. എന്തിനധികം പറയണം, സുഡോളിവുഡിലെ വെള്ളി വെളിച്ചത്തിൽ വാഴുന്ന ഹമാസികളുടെ എണ്ണം ഗാസയിലെ തുരങ്കങ്ങളിൽ സൂര്യപ്രകാശം കാണാതെ വരാഹ ജീവിതം നയിക്കുന്ന ഹമാസികളെക്കാൾ അധികമാണ്. കമ്മികളെന്നാൽ സാമൂഹ്യദ്രോഹികളും അമാനവികരുമായിട്ടുള്ള ഇന്ത്യാവിരുദ്ധരെന്നാണ് അർത്ഥം. സുഡാപ്പികളെന്നാൽ ഇതര മതവിരോധികളും അപരിഷ്കൃത ബുദ്ധരുമായിട്ടുള്ള ഇന്ത്യാവിരുദ്ധരെന്നും. വൈദേശികരായിട്ടുള്ള ഇന്ത്യാവിരുദ്ധരെക്കാൾ ആത്മാർത്ഥമായി ഇന്ത്യക്കെതിരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പോരാടാൻ കമ്മിസുടുക്കൾക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യാവിരുദ്ധർക്കൊപ്പം ചേർന്ന് ഈ മഹാരാജ്യത്തിനെതിരെ പോരാടുന്ന മനുഷ്യവിരുദ്ധരാണ് ഈ ടൂൾ കിറ്റന്മാർ. പാൻ ഇന്ത്യൻ ചക്രവർത്തിയും സുഡോളിവുഡ് സുൽത്താന്റെ മകനുമായിട്ടുള്ള ഡിക്കൺ തുടങ്ങിവെക്കുകയും ബോളിവുഡിലെ ചില താരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന ഓൾ ഐസ് ഓൺ റാഫ എന്ന ഈ പരിപാടിക്ക് മാനവ സ്നേഹവുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് വസ്തുത. റാഫയിലേക്ക് നോക്കുന്ന കണ്ണുകളുടെ ഉടമകൾ കാണുന്നത് അവിടെയുള്ള മനുഷ്യരെയല്ല, മതസ്ഥരെയാണ്. മനുഷ്യരുടെ പ്രശ്നത്തെയല്ല, മതസ്ഥരുടെ പ്രശ്നത്തെയാണ് ഇത് അഭിസംബോധന ചെയ്യുന്നതെന്ന് പോങ്ങൻ പറയുന്നതും അതുകൊണ്ടാണ്. മതനിർണയം നടത്തി
പിന്തുണാർഹരാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ദുരിതമനുഭവിക്കുകയും അനീതിക്ക് ഇരപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടണോ അതോ അവഗണിക്കണോ എന്ന് തീരുമാനം കൈക്കൊള്ളുന്ന നികൃഷ്ടരായിട്ടുള്ള ഹീനജന്മങ്ങളാണ് കമ്മിസുടുക്കൾ. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ പറന്നിറങ്ങി നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ഹമാസിയൻ തീവ്രവാദികൾ ക്രൂരമായ വെറിബുദ്ധിയോടെ വെട്ടിവെച്ച് കൊന്നത്. എന്നാൽ ഈ സുടുഭൂമിയിൽ നിന്നോ സുഡോളിവുഡിൽ നിന്നോ ഒരൊറ്റ ഒരുത്തിയും പ്രതികരിച്ചില്ല. ഈ സുഡോളിവുഡ് സുൽത്താന്റെ പുത്രനായിട്ടുള്ള ഡിക്കൻ മൂലം കൊണ്ടുപോലും ഒന്നും മിണ്ടിയില്ല. അതിർത്തി കടന്ന് ഇസ്രായേലിലെ മനുഷ്യരെ ഹമാസിയൻ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നത് ഫലസ്തീനിയൻ ജനതയുടെ മഹത്തായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനം. കിട്ടിയ വെടിക്ക് എണ്ണം പറഞ്ഞ മറുപടി കൊടുത്ത് ഹമാസിയൻ തീവ്രവാദികളുടെ ശരീരം ഇസ്രായേൽ സുഷിരപൂർണമാക്കി കൊടുത്താൽ അത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള പാതകം, ജൂതന്മാരുടെ ക്രൂരത അല്ലേ? ഈ ജൂതന്മാരും ക്രൈസ്തവരും ഹൈന്ദവരുമൊക്കെ ഉന്മൂലനാർഹരായിട്ടുള്ള മനുഷ്യവിരുദ്ധർ. താലിബാൻ, ഹമാസ്, ലഷ്കർ ഇ തോയ്ബ, മുജാഹിദ്, അൽ ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ്, ബോക്കോ ഹറാം, അൽ ഷബാബ്, ഹിസ്ബുൾ മുജാഹിദ് മുതലായവയൊക്കെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സാമൂഹ്യ സേവകരുടെയും കൂട്ടായ്മ അല്ലേ? എടാ ഉളുങ്കുണ്ട വിഴിഞ്ഞോനെ, എടാ പാൻ ഇന്ത്യൻ ചക്രവർത്തി, നിന്റെ ഈ മതനിർണയം നടത്തിയുള്ള പ്രതികരണ വാസനയും സവിശേഷമായിട്ടുള്ള മാനവിക ബോധവും വേറിട്ട തരം സഹജീവി സ്നേഹവും വിസർജിക്കേണ്ടത് ഈ സമൂഹ മധ്യത്തിലേക്കല്ല. നിന്നെ പടയ്ക്കാനായി വിയർത്ത ലിംഗവേലക്കാരനില്ലേ, ആ സുഡോളിവുഡ് സുൽത്താൻ, അയാളുടെ മൂലക്കുഴിയിലേക്കാണ് ഇതെല്ലാം കൊണ്ട് തട്ടേണ്ടത്. അയാളുടെ മൂലക്കുഴിയിലേക്ക്, അവിടെയാണ് ഇതെല്ലാം കൊണ്ട് തട്ടേണ്ടത്. എന്തായാലും ഒരു കാര്യം കൂടി ഇപ്പോൾ അങ്ങനെ പറയാനുണ്ട്. ഈ പൗരത്വ ഭേദഗതി ബില്ലിൽ ചെറിയൊരു പരിഷ്കരണം ആവശ്യമുണ്ട്. അതായത് ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിൽ കഴിയുന്ന ന്യൂനപക്ഷ മതസ്ഥർക്ക് താല്പര്യമുള്ള പക്ഷം ഈ രാജ്യത്തിന്റെ പൗരന്മാരായി കഴിയാനുള്ള അവസരമാണല്ലോ പ്രധാനമായും ആ ബിൽ നൽകുന്നത്. ആ പൗരത്വ ഭേദഗതി ബില്ലിൽ ചെറിയൊരു ഭേദഗതി കൂടി വരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു പക്ഷം പോങ്ങനുണ്ട്. അതായത് ഈ മഹാരാജ്യത്ത് ജന്മവശാൽ പെട്ടുപോയ ഒരുപാട് ഫലസ്തീനികളും ഹമാസികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും സിറിയക്കാരും താലിബാനികളുമൊക്കെ മലയാളം പറഞ്ഞ് കഴിയുന്നുണ്ടല്ലോ ഇല്ലേ? അവരെയെല്ലാം അതാത് രാഷ്ട്രങ്ങളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇവിടുള്ള ഈ ഫലസ്തീനികളെയും ഹമാസികളെയും പാകിസ്ഥാനികളെയും താലിബാനികളെയും സിറിയക്കാരെയും ഒക്കെ അവരവരുടെ മാനസ രാഷ്ട്രങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള നടപടി കൂടി ഭാരതം കൈക്കൊണ്ടാൽ തീർച്ചയായും അത് വളരെ വളരെ നന്നായിരിക്കും. കാനിൽ ചെന്ന് വത്തക്ക ആട്ടിക്കാണിച്ച ആ കനിയെ പിടിച്ച് ഫലസ്തീനിലേക്ക് വിടാനുള്ള കുസൃതിയാണ് ഫാസിസ്റ്റ് രാഷ്ട്രം എന്ന നിലയിൽ ഭാരതം ആദ്യം കാണിക്കേണ്ടത്. അതുപോലെ നമ്മുടെ പാൻ ഇന്ത്യൻ ചക്രവർത്തിയായ ഡിക്കനെ കൊണ്ടുപോയി അങ്ങ് ഗാസയിൽ തട്ടണം. അബദ്ധം പറ്റി സത്യം പറഞ്ഞുപോയ ആദ്യ ഹരിത കേരളീയനായ അഭിസുതൻ എന്ന സ്വയം പ്രഖ്യാപിത സുഡാപ്പിക്ക് പറ്റിയത് സിറിയയാണ്. ഓനവിടെ പോയി ആടുമേക്കട്ടെ, തലയിൽ മറ്റേ സുനായൊക്കെ വെച്ചുകൊണ്ട് മണൽ കയറിയല്ല അപ്പൊ തലയ്ക്കകത്തേക്ക്. ഈ പന്നികാഷ്ടത്തിനകത്തോട്ട് മണലും കൂടെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് ക്രൂരതയാവും. അപ്പൊ മറ്റേ ഒരു സാധനം വെച്ച് മറയ്ക്കുന്നത് എന്തുകൊണ്ടോ അവന് നല്ലതുമാണ്. അതുപോലെ നമ്മുടെ പൃഷ്ഠരാജൻ നായരെ അഫ്ഗാനിലേക്കും തെരുവിലോത്ത് പാറുക്കുട്ടി മേനോനെ പാകിസ്ഥാനിലേക്കും കയറ്റി അയക്കണം. ഇളയിടം ഒന്നാമനെയും രണ്ടാമനെയും പിടിച്ച് ബോക്കോ ഹറാമിൽ ചേർക്കുന്നതാണ് നല്ലത്. അതിൽ പരം ഒരു ശിക്ഷ ആ ഹറാമികൾക്ക് പിന്നെ നൽകാനുമില്ല. ഈ നിപ്പ ദിശാന്തനെ ഭൂമിയിലെ ഹൂറിമോളാക്കി താലിബാനികൾക്ക് സമ്മാനിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യം ഇഹലോകത്തെ സ്വർഗമായി മാറും. മാത്രവുമല്ല, അതുകൊണ്ട് മറ്റൊന്നുകൂടി സംഭവിക്കും. ഒന്നുകിൽ ഈ താലിബാനികൾ തമ്മിലടിച്ചങ്ങ് തീരും, അതല്ലെങ്കിൽ അവറ്റകൾ തീവ്രവാദമൊക്കെ നിർത്തി മുഴുവൻ സമയ കവിത മോഷ്ടാക്കളായി അങ്ങ് മാറും. കട്ടായം. സമൂഹത്തിലെ തലയ്ക്ക് വെളിവ് തട്ടിയ മനുഷ്യരോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം അങ്ങോട്ട് നിർത്തിക്കളയാം. അതായത് റാഫയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന സാമൂഹ്യ ദ്രോഹികളുടെ മേൽ നിങ്ങളൊരു നോട്ടം വെക്കുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും. മതം പൊട്ടിയ ആനയും മതം പൊട്ടിയ മനുഷ്യനും സമൂഹത്തിന് നൽകുന്നത് ഭീഷണി മാത്രമാണ്. റാഫയിലേക്ക് നോക്കുന്ന കണ്ണുകളുടെ ഉടമകൾക്കുള്ളത് മനുഷ്യപ്പറ്റല്ല, മതപ്പറ്റാണ്. മതപ്പറ്റുള്ളവനെ നമ്പരുത്. ഒരു കാരണവശാലും മതപ്പറ്റുള്ളവനെ ഒട്ടും തന്നെ നമ്പരുത്. ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന മലയാളി
പ്രദേശത്ത് 2-3 കൊല്ലം മുന്നേ ഹമാസിയൻ തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. സാമാന്യ മര്യാദയെ മാനിച്ചുകൊണ്ട് ഒന്ന് അനുശോചനം രേഖപ്പെടുത്താൻ പോലുമുള്ള മര്യാദ ഈ സുടുഭൂമിയിൽ ആരും തന്നെ കാണിച്ചില്ല. പാൻ ഇന്ത്യൻ ചക്രവർത്തിയായ ഡിക്കനോ, സ്വയം പ്രഖ്യാപിത സുഡാപ്പിയായിട്ടുള്ള അഭിസുതനോ, സ്വന്തം വത്തക്കാക്കനി കുലുക്കി കാണികളെ രസിപ്പിക്കുന്ന കുസൃതിക്കുട്ടിയോ ഒന്നും തന്നെ ഇതിനെപ്പറ്റി യാതൊന്നും മിണ്ടിയില്ല. അതാ പറഞ്ഞത്, അവർ മനുഷ്യർക്കല്ല മതസ്ഥർക്കാണ് വില കൽപ്പിക്കുന്നതെന്ന്. ഭാരതവുമായി സാഹോദര്യ സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ സാഹോദര്യ സൗഹൃദം അവർ തുടരുന്ന കാലത്തോളം ഇസ്രായേൽ ഈ പോങ്ങിന് വളരെ വളരെ പ്രിയപ്പെട്ട നാട് തന്നെയാവും. ഹമാസികൾ ഒക്ടോബർ 7 ഇസ്രായേലിനോട് ചെയ്തത് ക്രൂരമായിട്ടുള്ള പാതകമാണെന്ന് ഫലസ്തീനികൾ പറയുന്ന നിമിഷം, ഫലസ്തീനികൾ ഹമാസിനെ പരസ്യമായി എതിർക്കുന്ന സമയം, മതത്തിലും വലുതാണ് മാനവികതയെന്നും ദൈവത്തിലും വലുതാണ് സഹജീവിയെന്നും ഫലസ്തീനികൾ മനസ്സിലാക്കുന്ന ദിവസം പോങ്ങൻ ഇസ്രായേലിനൊപ്പം ഫലസ്തീനെയും പോങ്ങന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. അതല്ലെങ്കിൽ വടി വെട്ടിക്കൊടുത്ത് അടി ഇരന്നു വാങ്ങുന്ന ഒരു തല്ലുകൊള്ളിയെ പോലെ കണ്ട് പോങ്ങൻ ഹമാസിയന്മാരെ അവഗണിക്കും. പിന്നെ ഫലസ്തീനികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല, ഹമാസിയന്മാർ അത്രയും മതി. ഹമാസികളെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത കാലത്തോളം ഓരോ ഫലസ്തീനിയുടെയും ഉള്ളിൽ ഹമാസിയനുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എന്തായാലും തല്ലുകൊള്ളിത്തരം സഹതാപാർഹമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയേ അല്ല. അതിപ്പോ ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു സമൂഹത്തിന്റെ ആണെങ്കിലും ഇനിയിപ്പോ ഒരു സമുദായത്തിന്റെ ആണെങ്കിലും അതങ്ങനെ തന്നെയാണ്. കിട്ടിയോ? ഈ ഭൂമി ഞങ്ങളുടെ ദൈവത്തിൻ്റെയാണെന്നും ഞങ്ങളിൽ പെടാത്തവർ ഇല്ലാതാക്കപ്പെടേണ്ടവരാണെന്നുമുള്ള ബോധം ബുദ്ധി ഉറയ്ക്കും മുന്നേ മണ്ടയിൽ പാകപ്പെട്ട മനുഷ്യർ തീവ്ര മനോരോഗികളാണെന്നും അനുകൂലമായ ആദ്യ അവസരത്തിൽ അവർ അവരുടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നുമുള്ള സത്യം, യാഥാർത്ഥ്യം മനുഷ്യ സമൂഹം തീർച്ചയായും തിരിച്ചറിയണം. അതാണ് വേണ്ടത്.